ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? കാണാൻ നല്ല മൊഞ്ചുള്ളൊരു റെസിപ്പി ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾ സ്വന്തം കപ്പ വെച്ചിട്ട്. അതിനു വേണ്ടി ഞാനിതാ ഫ്രോസൺ കപ്പയാണ് എടുത്തിട്ടുള്ളത്. 750 ഗ്രാമിൻ്റെ 3 പാക്കാണ് എനിക്ക് സ്പെഷ്യൽ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാക്ക് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ കപ്പൻ്റെ ഐറ്റമാണെന്ന് പറയില്ല. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കും അറിയില്ല. സാധാരണ നമ്മൾ കപ്പ കിട്ടിയാൽ കപ്പയും ബീഫും അങ്ങനെ സ്പൈസി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ആ മലബാർ ഏരിയയിലൊക്കെ അത്യാവശ്യം കണ്ടുവരുന്ന ഒരു ഐറ്റമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പം ഞാനൊരു പാക്ക് കപ്പ പൊളിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഐസെല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പിക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ ചങ്ങായിമാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ചേർക്കാനുള്ളൂ. പക്ഷേ കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെറൈറ്റി റെസിപ്പികൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നാൽ ഇതൊന്ന് ചിരകി എടുക്കലാണ്. ഞാനിവിടെ ഈ കപ്പയിലൊന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളമൊഴിച്ച് വെച്ചതാന്നേ, ആ വെള്ളമെല്ലാം നന്നായി നൂറ്റി കളഞ്ഞിട്ടുണ്ട് സ്റ്റെയിനറിലിട്ടിട്ട്. ഫ്രോസൺ കപ്പ അറിയാലോ, ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഫ്രഷ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിരകി എടുക്കാം. അപ്പോൾ ഇതെല്ലാം ചിരകി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു അരിപ്പയിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി എനിക്കിത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം കൈകൊണ്ട്. കണ്ടില്ലേ, അടിയിൽ അതിൻ്റെ വെള്ളം ഊറി വരുന്നുണ്ട്. ഞാനിവിടെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പറ്റുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ സത്ത് നമുക്ക് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ആ വെള്ളം നമുക്ക് പിഴിഞ്ഞിട്ടൊരു പാത്രത്തിലായിട്ട് വേണം. അതുപോലെ തന്നെ പിഴിഞ്ഞെടുത്ത കപ്പയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതിയാവും, കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് എത്രത്തോളം പറ്റുന്ന അത്രത്തോളം പിഴിഞ്ഞിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. നമ്മുടെ കപ്പയൊക്കെ ഇതാ നല്ലോണം പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പരമാവധി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത് ഈ വെള്ളം ഒന്ന് ഊറാൻ നിൽക്കണം. ഇത് 2 ലെയറായിട്ട് വരും. മുകളിൽ വെള്ളം ഊറി വരും, അതുപോലെ തന്നെ താഴെ കപ്പൻ്റെ സത്ത് ഇങ്ങനെ ഒരു ലെയർ പോലെ വരും. അപ്പോൾ കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. 2 പാത്രം ഒന്ന് അടച്ചു വെക്കാം. ഇനി കാര്യമായിട്ട് വേണ്ടത് ഒരു അരമുറി തേങ്ങേൻ്റെ പാലാണ്. പാല് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 3/4 കിലോ കപ്പക്ക് ഒരു പകുതി തേങ്ങേൻ്റെ പാല്. പകുതി എന്ന് പറഞ്ഞാൽ പകുതിയിലും കുറച്ചധികം വരുന്നുണ്ട്. ഞാനിവിടെ തേങ്ങ പീസാക്കിയപ്പോൾ ഒരു പീസ് വലുതും ഒന്ന് ചെറുതോ വന്നില്ല. അപ്പം ഞാൻ ആ വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗ്രൈൻഡറിൽ ചിരകി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ല കട്ടിയായിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. ഇതിൻ്റെ കുറേ നാളായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അടുത്ത കാലത്തൊന്നും ഈ ഒരു സാധനം കഴിച്ചിട്ടുമില്ല. അപ്പോൾ എൻ്റെ ചങ്ങായി നെജുമാണ് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. കാരണം കുറേ മുമ്പ് കഴിച്ചുകൊണ്ടിട്ട് ഇതൊന്നും ഓർമ്മയൊന്നുമില്ല ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കട്ട ഡയറ്റിങ്ങിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കറക്റ്റ് ഇൻഷാല്ല ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു റെസിപ്പി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് 1-2 പീസ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. തേങ്ങ ചിരകിയെടുത്ത് കണ്ടില്ലേ, ഈ ഒരു ബൗളിന് 3/4 ബൗളാണ് വരുന്നത് തേങ്ങ. ഇനി ഇതുകൊണ്ട് നല്ല കട്ടി പാലെടുക്കണം. അതിനിടയിൽ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ആ ഒരു വെള്ളം നമുക്ക് നോക്കാം. കണ്ടില്ലേ, മുകളിൽ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് ഒരു മഞ്ഞ കളർ വെള്ളം. അതിൻ്റെ അടിയിൽ കപ്പൻ്റെ ആ ഒരു സത്ത് നന്നായിട്ട് ഇങ്ങനെ ഒരു ലെയർ പോലെ കട്ട പിടിച്ചിട്ടുണ്ട്. ഊറി വന്ന ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ബാക്കി കാണുന്ന ഈ കപ്പേൻ്റെ ആ ഒരു സത്ത് ഇങ്ങനെ ഒരു ചെറിയ ലെയർ പോലെ ഉണ്ട്. പാത്രത്തിന് കുറച്ച് ഒട്ടിപ്പിടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ലെയറായിട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ആദ്യം തന്നെ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടില്ലേ കപ്പ ഇട്ട് കൊടുക്കുക, ചിരകിയിട്ടുള്ള കപ്പ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 750 ഗ്രാമാണ് കപ്പ എടുത്തിട്ടില്ലേ ഞാൻ. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നമുക്ക് മിക്സിയിലിട്ട് എടുക്കാൻ പറ്റില്ല, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഏകദേശം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എല്ലാവരും സ്റ്റിക്കി ആയിട്ടുള്ള പാട്ടുണ്ടല്ലോ, വെള്ളം ഊറി വന്നിട്ടില്ലേ കപ്പേൻ്റെ സത്ത്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ളത് 2 മുട്ടയാണ്. അതിൽ ഞാൻ 1 മുട്ട ചേർക്കുന്നുണ്ട് ആദ്യത്തെ പ്രാവശ്യം അടിച്ചെടുക്കുമ്പം. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുള്ള കട്ടി തേങ്ങാപ്പാലിൽ ഏകദേശം പകുതി തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എന്താ പറയുക, നല്ല ദോശ മാവിനല്ല അതിനേക്കാൾ കുറച്ച് തിക്കായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം.
പറയാൻ വിട്ടു സ്വീറ്റ് റെസിപ്പി ആണല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിൽ ചേർക്കണം. അതൊക്കെ ഓരോരാളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. അത് നമ്മൾ മാവ് ഒന്ന് അരച്ച് കഴിഞ്ഞ ശേഷം നോക്കുക എത്രമാത്രം മധുരം വേണമെന്ന്. വേണമെങ്കിൽ നല്ലോണം ആഡ് ചെയ്യുക. അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക. പക്ഷേ അത്യാവശ്യം മധുരം ഉള്ളതായിരിക്കും ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ മധുരം ഒരുപാട് ചേർക്കാൻ ആഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ പുറത്തൊന്ന് ഹണി ചേർത്തിട്ട് കഴിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഏകദേശം ഒരു അരക്കപ്പ് മധുരം മാത്രമേ ഫുള്ളായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത കപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ അതിൻ്റെ സത്ത് ഇടുക, പിന്നെ അതിലേക്ക് ഒരു മുട്ട ചേർക്കുക, ഫുള്ളായിട്ട് 2 മുട്ടയാണ്. പിന്നെ തേങ്ങാപ്പാൽ, അങ്ങനെ കട്ടി തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മധുരം ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ളത് കൂട്ടിക്കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. കണ്ടില്ലേ, നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടണം, എന്നാലേ നമുക്ക് കറക്റ്റ് പാകത്തിന് വരുള്ളൂ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, വെള്ളം കൂടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ആവിയിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത്. ഒന്ന് മൊഞ്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുക. അപ്പോൾ അത് ഓപ്ഷണൽ മാത്രമാണ്, ഒരു നിർബന്ധമില്ല. നമുക്കറിയാമല്ലോ ഫുഡ് കളർ അത്ര നല്ലതൊന്നുമല്ല, ചേർക്കുന്നെങ്കിൽ വളരെ കുറച്ച് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3 കളറിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇത് കളർ ചേർത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഗസ്റ്റൊക്കെ വന്ന ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. അതൊക്കെ ഒരാളുടെ ഇഷ്ടം. ഞാൻ ഈ കപ്പമാവിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 3ലും 3 കളർ, ഒന്ന് ചുവപ്പ്, പച്ച, മഞ്ഞ, അതിങ്ങനെ കുറച്ച് കളർ സ്പ്രെഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ പോള, വട്ടയപ്പം അതൊക്കെ ചെയ്തെടുക്കുന്ന സ്റ്റീൽ പാത്രത്തിലുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആവിയിൽ സാധാരണ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ആവി കൊണ്ടെടുക്കുക. അത്രേ പണിയുള്ളൂ. കണ്ടില്ലേ, 3 കളറിൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് മൊഞ്ചാക്കിയിട്ട് സെർവ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ഒട്ടുന്നത് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മൊഞ്ചുള്ള കളറിലാണെന്നുള്ളത്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നമുക്കിത് അവരെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിത് പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മൊഞ്ചാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇങ്ങനെ ചിരക്കിയിട്ട് വിതറി കൊടുക്കലുണ്ട്. അങ്ങനെയും കൂടി നമ്മൾ ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എന്തൊക്കെയാണ് നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.